വ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മിഴിയോരത്തിന്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് എന്താഴ്ചയാണ്, എല്ലാവരും സന്തോഷത്തിലൊക്കെ ആയിരിക്കുമല്ലോ. വരാൻ പോകുന്നുണ്ടല്ലോ, നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവം അല്ലേ, വീക്കെൻഡ് കാത്തിരിക്കുവാണ്. അപ്പൊ എന്തായാലും ഏകദേശം വീക്കൊക്കെ തീർത്ത് കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോ ഒരു ദിവസം കൂടെ അങ്ങ് പോയാൽ മതി അല്ലേ. എന്തായാലും മിഴിയോരം പതിപോലെ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഗെയിം ഷോയും അതുപോലെയുള്ള സ്വാദ് തുടങ്ങിയ സെഗ്മെന്റ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഷോ ആണ് മിഴിയോരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ എന്തായാലും ഫസ്റ്റ് സെഗ്മെന്റ് സമർത്ഥയാണ്. സമർത്ഥയിൽ എന്ത് ഗെയിമാണെന്ന് അറിയണമെങ്കിൽ സമർത്ഥയിലേക്ക് തന്നെ പോകണം. സമർത്ഥ സമർത്ഥയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോയ പോലെ തന്നെ എന്താണ് ഇന്നത്തെ ഗെയിം എന്നായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ഗെയിം ആയാലും വിളിക്കാനുള്ളവർ എന്തായാലും തന്നെ വിളിക്കാം കേട്ടോ. നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഗെയിമാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വിളിക്കാനൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും പറ്റുന്ന ഗെയിമാണ്. അതുകൊണ്ടാണ്, കാരണം കുട്ടികൾ വരെ എനിക്ക് തോന്നുന്നു പഠിക്കുന്ന കാലത്തോട്ട് ചെയ്യുന്ന കാര്യമാണ് ഇത്. ഓഡ് വൺ ഔട്ട്, അതാണ് ഇന്നത്തെ ഗെയിം കേട്ടോ. ഞാൻ കുറച്ച് ഓപ്ഷൻസ്, അതായത് 4 ഓപ്ഷൻസ് ഞാൻ കാണിക്കും. നിങ്ങൾ വിളിക്കുന്ന ഒരു കോളറിന് 4 ഓപ്ഷൻ ഉള്ളൊരു സ്ലൈഡായിരിക്കും കാണിക്കാൻ പോകുന്നത്. അതിനകത്ത് എന്തായാലും ഒരെണ്ണം ഓടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. ആ 4 എണ്ണം കാണിച്ചതിൽ ഒരെണ്ണം ബാക്കിയുള്ളതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, ഞാൻ എന്താണ് ഓഡ് വൺ ഔട്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം എന്തായാലും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവം എന്താണെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു തരാം. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അത് ഓടായത്, അതിൻ്റെ റീസണും കൂടെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. എന്തുകൊണ്ടാണ് അത് ബാക്കിയുള്ളതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ റീസണും കൂടെ പറഞ്ഞു തരണം. ഇതാണ് ഓടായിട്ടുള്ളത്, ഇതാണ് അതിൻ്റെ റീസൺ. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും ലോട്ടിലേക്ക് പോകുന്നതായിരിക്കും. ലാസ്റ്റ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. വിന്നറിന് കിട്ടാൻ പോകുന്നത് ഒർഗാനോ ഗ്രീനിൻ്റെ 10 ഡിഫറെൻറ്റ് മസാലാസ് അടങ്ങുന്ന ഒരു കിഡിലൻ ഗിഫ്റ്റ് ഹാമ്പറാണ് വീട്ടിലേക്ക് എത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് കളക്ട് ചെയ്യൊന്നും വേണ്ട, എന്തായാലും നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള സ്പൈസസ് ആണ് അവരുടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ എന്തായാലും വിന്നർ ആവണമെങ്കിൽ എന്ത് വേണം, ചുമ്മാ TV കണ്ടിരുന്ന പോലെ വിളിക്കണം. വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ലോട്ടിലേക്ക് പോകാൻ എന്തായാലും ശ്രമിക്കണം. നമ്മുടെ ഫസ്റ്റത്തെ കോൾ ആരാ നോക്കാം നമുക്ക്. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ചിന്നു. ചിന്നു, ഓക്കെ. ചിന്നു ലാസ്റ്റ് ഡേ വിളിച്ചിരുന്നോ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വിശേഷം? സുഖം. അത്രേ ഉള്ളോ? എല്ലാം വൺ വേർഡ് ആൻസേഴ്സ് ആണോ? സുഖം സുഖം. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് മക്കളുണ്ട്, 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡ്. എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഉണ്ടോ ഹസ്ബൻഡ് ഒക്കെ? ഇല്ല, ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ എത്തും. മക്കള് ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ കാത്തിരിക്കാണ് അല്ലേ ഹസ്ബൻഡ് വരാനായിട്ട്? അതെ. ശരി. അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്ന് മനസ്സിലായോ? ഇല്ല. ഗെയിം ഓഡ് വൺ ഔട്ട് ആണ് ഗെയിം. ഞാനൊരു സ്ലൈഡ് കാണിക്കും, അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് ഏതാണ് ഓടായിട്ട് നിൽക്കുന്നതെന്നുള്ളത് പറയണം. ഓക്കെ. അതിന്റെ റീസണും കൂടെ പറയണേ, എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. എന്തായാലും മക്കൾക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റിയ സിമ്പിൾ സംഭവങ്ങളാണ്. ഞാൻ ടിവിയിലേക്ക് നോക്കിക്കോ, സൗണ്ട് വെക്കണ്ട. ഓക്കെ. വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഫയർഫോക്സ്, ഗൂഗിൾ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ക്രോം, ഇതിലെന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? ഫയർബോക്സ്. ഹലോ, ആണോ? അങ്ങനെയാണ് തോന്നുന്നത്. ആണോ? മക്കളൊക്കെ ഉണ്ടോ? മക്കള് വലിയ കുട്ടികളാ? ചെറുതാണ്, 3ലും LKG-ലും. അയ്യോ, ചെറിയ കുട്ടികളാണല്ലേ. അപ്പൊ പിന്നെ മക്കളെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഇനി പഠിക്കുന്ന കുട്ടികളാണോ എന്ന് വിചാരിച്ചിട്ടാണ്. ഫയർഫോക്സ് അല്ല. ആണോ? സാരില്ല, ഗൂഗിൾ ആയിരുന്നു ആൻസർ കേട്ടോ. ആണല്ലേ? ഗൂഗിൾ ആയിരുന്നു. ബാക്കിയെല്ലാം നമ്മള് ഇന്റർനെറ്റ് ബ്രൗസേഴ്സ് ആണ്. ഗൂഗിൾ ആണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു പറയുമായിരിക്കും കറക്റ്റ് ആയിട്ട് എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കും, അവരെന്തായാലും ഹെൽപ്പ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ. എന്തായാലും ചിന്നു ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചിന്നുവിന് ആൻസർ പറയാൻ പറ്റിയിട്ടില്ല കേട്ടോ. സാറില്ല. എന്തായാലും ഇതാണ് ഗെയിം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, എന്നോടാണോ അല്ലെങ്കിൽ അവിടെയാണോ? ഹലോ, ഇതാരാണ്? എന്താണ്? നിഷിത. നിഷിത, നേരത്തെ ആരുടെ ഞാൻ സംസാരം കേട്ടെ? വാപ്പ ആണ്. എനിക്ക് വിളിച്ചു തന്നത് വാപ്പയാണോ? TV മ്യൂട്ട് ചെയ്യോ നിഷിത പ്ലീസ്? ഓക്കെ. മ്യൂട്ട് ചെയ്തോ?
മ്യൂട്ട് ചെയ്തു. ഓക്കെ. വിളിച്ചത് ആരാണ്? നിഷിതയാണോ വിളിച്ചത്? ഞാനാ വിളിച്ച, പക്ഷെ വാപ്പയുടെ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. ഓക്കെ, ആ സൗണ്ടാണ് കേട്ടത്. ഓക്കെ, എന്തായാലും ഫോൺ കണക്ട് ആയിട്ട് ഫസ്റ്റ് തന്നെ ആൻസർ അറിയാമായിരിക്കും അല്ലേ? അറിയായിരുന്നു. അറിയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിഷിതയുടെ അടുത്ത്? ഓക്കെ, നോക്കിക്കോ. വന്നോ? വന്നിട്ടില്ല. വന്നോ? റോംബസ്, ഡയഗണൽ, പെന്റഗൺ, സർക്കിൾ. ആ 4 സംഭവത്തിൽ ഏതാണ് ഡിഫറെന്റ്? സർക്കിൾ. റീസൺ കൂടെ പറഞ്ഞോ. മറ്റേതെല്ലാം എന്താ പാരലോഗ്രാമിന്റെ ഓരോ സർക്കിൾ ആണ് ഡിഫറെന്റ്. എല്ലാം പാരലോഗ്രാം ആ ഒരു ഇതാണ്. അതിന്റെ ഷേപ്പിലാണ് അല്ലേ സർക്കിളിന്റെ? അതെ അതെ, സർക്കിളിന്റെ ഷേപ്പ്. ബാക്കി എല്ലാം സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. അതെ. അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റാണ് നിഷിത. ഓക്കെ, എന്തായാലും വലിച്ചിട്ടുണ്ട്. അപ്പോ ബാക്കി കണ്ടോണ്ടിരുന്നോളൂ, ലോട്ടിലേക്ക് പോയിട്ടുണ്ട്. ശരി, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും അതിനകത്ത് കൂടായിട്ട് നിന്നിരുന്നത് സർക്കിൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ നിഷിത കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത കോളർ ഉണ്ടോ നോക്കട്ടെ. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാണ്? മീനാക്ഷി. മീനാക്ഷി കുട്ടി, ഹലോ. സുഖാണോ? സുഖാണ്. തന്നെ വിളിച്ചതാണോ? ഇവിടെ നല്ല വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ. കാണാറുണ്ടോ പ്രോഗ്രാം? കാണാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. ഓക്കെ, അമ്മയാണ് ഇന്ന് വിളിച്ചു തന്നെ, അല്ലെങ്കിൽ തന്നെ ട്രൈ ചെയ്ത് കിട്ടിയതാണോ? അമ്മയാണ് വിളിച്ചത്. അമ്മയാണ്. ഓക്കെ, എന്തായാലും വിളിച്ച് കിട്ടിയിട്ട് മോക്ക് തന്നു അല്ലേ ഫോൺ? അപ്പൊ മോളാണ് കളിക്കാൻ പോകുന്നത്. നേരത്തെ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ അറിയായിരുന്നോ? മോൾ ഏത് ഗ്രേഡിലാ? ഞാൻ കണ്ടില്ലായിരുന്നു അത്. അത് കുഴപ്പമില്ല. ഏത് ഗ്രേഡിലാ പഠിക്കുന്നേ? 3rd. ശരി, ഓക്കെ. എന്തായാലും അമ്മയുടെ കൂടെ ഹെൽപ്പ് ചോദിച്ചോ, ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, കാണിച്ചോളൂ. വന്നോ? വന്നിട്ടില്ല. വന്നു. സിൽവർ, ഗോൾഡ്, പ്ലാറ്റ്. റീസണും കൂടെ പറഞ്ഞോ. ബാക്കിയെല്ലാം മെറ്റൽസ് അല്ലേ? സിൽവർ അങ്ങനത്തെ ആണല്ലേ? അപ്പൊ ഐവറി എന്തുവാ? ഐവറി അതറിയില്ല, ബാക്കിയെല്ലാം സാരില്ല. കറക്റ്റ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ മീനാക്ഷി, അപ്പൊ എനിക്ക് റീസൺ ഒക്കെ പറഞ്ഞു തന്നത് അമ്മയാണോ? ആണ്. ഓക്കെ, എന്തായാലും മീനാക്ഷി ആൻസർ കറക്റ്റ് ആണ്. അമ്മ അടുത്ത് പറഞ്ഞേക്കട്ടോ. ബൈ. ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസറും കറക്റ്റ് ആണ് കേട്ടോ. മോള് വിളിച്ചിട്ട് നല്ല ഉഷാറായിട്ട് സംസാരിച്ചല്ലേ. നമ്മുടെ അടുത്ത കോളർ ഉണ്ടോ നോക്കട്ടെ. ഹലോ. ആരാണ്? ബീനയാണ്. ബീന? ബീന എവിടുന്നായിരുന്നു? ഞാൻ ദുബായിൽ നിന്നാണ്. ഓക്കെ, എന്താണ് വിശേഷം ബീന? സുഖം തന്നെ. ഇത്രേ ഉള്ളോ? വിശന്നിരിക്കുവാണ്. 1:45 സമയം. അപ്പൊ വിശന്നിരിക്കുവാണ്. അയ്യോ, എന്നാ വേഗം വിളിച്ചിട്ട് ട്രൈ ചെയ്താണ് കിട്ടി. ഓക്കെ, അപ്പൊ വേഗം ആൻസർ ഒക്കെ പറഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചല്ലേ? അതെ. ഇത് കഴിഞ്ഞിട്ടാണോ കഴിക്കാറ്? പ്രോഗ്രാം കാണാറുണ്ടോ എല്ലാ ദിവസവും? എല്ലാ ദിവസവും കാണാൻ പറ്റാറില്ല, വല്ല ചാൻസ് കിട്ടുമ്പോ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ വിളിച്ചു വെക്കാറുണ്ടല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇപ്പൊ ആരാ ഉള്ളത് വീട്ടില്? ആരുമില്ല. വേണ്ട, ആരും വേണ്ട, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ശരി, നോക്കിക്കോ. വന്നിട്ടില്ലല്ലോ. വരും. ഓക്കെ, വന്നില്ലേ? ചീസ്, മിൽക്ക്, ബട്ടർ, യോഗർട്ട്. എളുപ്പമാണ്. മിൽക്ക്. റീസണും കൂടെ വേണം. റീസൺ. മിൽക്ക് ഇസ് മോർ ലിക്വിഡ്, ചീസും ബട്ടർ യോഗർട്ട് ഇസ് മോർ ഹാർഡർ ആയിട്ട്. പിന്നെ ചീസും ബട്ടറും യോഗർട്ടെല്ലാം കുറച്ച് പൊളിച്ച് ഇതായിട്ടാണ്. മിൽക്ക് ഇസ് ദ മെയിൻ.
ഇതൊക്കെയാണോ റീസൺ? യെസ്. ആണല്ലേ. എന്നാലും ആൻസർ കറക്റ്റ് ആണ്. ശരിക്കും റീസൺ എന്താണ്? റീസൺ എന്ന് പറഞ്ഞാൽ മിൽക്കിന്റെ പ്രൊഡക്ട്സ് ആണ് ബാക്കിയെല്ലാം. ഓക്കെ, അങ്ങനെ. ഓക്കെ ഓക്കെ ബീന, എന്തായാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ബീന, ബൈ. ബൈ. യു ഹാവ് എ നൈസ് ഡേ. ഓക്കെ ബൈ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ സ്റ്റേറ്റ് മറ്റേത് ലിക്വിഡ് ആണ് എന്നൊക്കെയാണ്, അത് വെച്ചിട്ടാണ് ഡിഫറൻസ് കണ്ടുപിടിച്ചത്. എന്തായാലും നമ്മുടെ അടുത്ത കോളർ ഉണ്ടോ നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആര്? മൃദുല ആന്റി. സുഖാണോ? സുഖാണ്. എന്താ വിശേഷം? നല്ല വിശേഷം. ഇന്നാള് വന്നിരുന്നല്ലേ ഇവിടെ കഴിഞ്ഞ ദിവസം? ഓക്കെ, അപ്പൊ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ? ഭക്ഷണം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് ഒന്ന് മിഴിയോരം കാണാനായിട്ട് നേരത്തെ കഴിച്ച് റെഡി ആയിരിക്കും അല്ലേ? അതെ അതെ. ശരി, അപ്പൊ ഒറ്റയ്ക്കാണോ കാണാറ്, അല്ലെങ്കിൽ വീട്ടിലിപ്പോ ആരോ ഉള്ളേ? ഇല്ല, ഇന്നിപ്പോ എല്ലാവരും അല്ല, മൂത്ത മോനൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. റൂമിലാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഒരുമിച്ചിരുന്നാ കാണാറ്? എന്നാലും ആന്റിയാണ് ട്രൈ ചെയ്യാറല്ലേ? വിളിക്കാൻ നോക്കുന്ന ആന്റിയാണ്. ശരി, ഞാൻ ചോദിക്കട്ടെ? നോക്കിക്കോ. ഓക്കെ. വന്നില്ലേ? മൂൺ. റീസൺ? ബാക്കിയെല്ലാം പ്ലാനറ്റ്സ് ആണ്. അതെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ മൃദുല ആന്റി, കറക്റ്റ് ആണ് ആൻസർ. ആന്റി തന്നെ അങ്ങ് പറഞ്ഞല്ലേ, ഇത്ര ആലോചിക്കാനൊന്നും ഇല്ലല്ലോ. എന്റെ പേരക്കുട്ടി എനിക്ക് പറഞ്ഞു തന്നു. ഹെൽപ്പ് ചെയ്ത്. ശരി, അപ്പൊ മോളുടെ അന്വേഷണം പറഞ്ഞേക്ക് കേട്ടോ. ശരി, ഓക്കെ ബൈ. ശരി ശരി ശരി. മോനായിരുന്നോ മോളായിരുന്നോ എന്നറിയാം. മോളെ എന്തായാലും ഞാൻ മോളെന്നാ പറഞ്ഞു പോയത്. അപ്പൊ ആന്റി തിരുത്തിയുമില്ല, അപ്പൊ ചിലപ്പോ മോള് തന്നെ ആയിരിക്കും. നമുക്ക് അടുത്ത കോളർ ഉണ്ടോ നോക്കാം. ഹലോ ഹലോ, ഇതാരാണ്? നീതു. നീതു, എന്താ വിശേഷം നീതു? എന്താ വിശേഷം? ഹലോ, കേക്കുന്നില്ലേ? ഇപ്പൊ കേക്കാം, പറഞ്ഞോ. എന്താണ് വിശേഷം എന്നാ ഞാൻ ചോദിച്ചേ. നല്ല വിശേഷം. ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാണോ? അതെ. എന്താ ഹസ്ബൻഡ് വരാൻ നിക്കുവാണോ? വന്നിട്ടുണ്ട്. അപ്പൊ ആള് മാറിയല്ലോ, വിളിച്ച ആള് മാറിയല്ലോ. ഞാനവിടെ ഇല്ലാന്നാ ഗസ് ചെയ്യുന്നേ. ഇപ്പൊ വിളിക്കുന്ന ആള് വേറെ ആണെങ്കില്. ഇല്ല, കുറച്ച് ബിസിയിലാ, കോഴ്സ് അങ്ങനെ, അതുകൊണ്ട് ഞാൻ ചെയ്തു. തിരക്കിലാണ്. ഓക്കെ ശരി, അപ്പൊ എന്തായാലും നമ്മൾ തന്നെ വിളിക്കാന്ന് വിചാരിച്ചല്ലേ? അതെ. ശരി, അപ്പൊ ഞാൻ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ, നോക്കിക്കോ. സിമ്പിൾ ആണ്, വേഗം പറയാൻ പറ്റും. ഇപ്പൊ നവിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ടി വരില്ല. വന്നില്ലേ? ഓഗസ്റ്റ് ഡിസംബർ നവംബർ ജനുവരി. എന്താണ് അതിലെ ഡിഫറൻസ്? ആരാണ് ഓട്? നവംബർ ആണോ? അല്ലേ? ആണോ? ആണ്. കാരണം ബാക്കിയെല്ലാം 31 days ഉണ്ട്. ഇത്ര സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു ഏതിലാണ് 31 ഉള്ളതെന്നല്ലേ? എന്താണ് തെറ്റരുതല്ലോ? ശരിയാ ശരിയാ, തെറ്റരുതല്ലോ. ഒന്ന് ആലോചിച്ചാലും തെറ്റരുതല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇത് എന്തായാലും പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഹസ്ബൻഡിന്റെ അടുത്ത് അന്വേഷണം പറഞ്ഞേക്ക്, തിരക്കിലല്ലേ? ഓക്കെ ബൈ. അപ്പൊ ഇനി ഇതുമാണ്. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് നമ്മളെ മിക്കവാറും വിളിക്കാറ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ഉണ്ടോ നോക്കട്ടെ. ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് അപർണ. അപർണ എവിടുന്നാ വിളിക്കുന്നേ? ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ട് വിളിക്കാം. ആണോ? കാണാറുണ്ടോ പ്രോഗ്രാം? കാണാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. ഇടയ്ക്ക് ആരോ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് വിളിക്കാണ്. ആണോ? അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് പത്മജ. അവര് മറ്റേ സിറ്റുവേഷൻ പറഞ്ഞിട്ട് പാട്ട് അല്ല, എനിക്ക് ആ പേര് ഓർമ്മയുണ്ട്. പത്മജ പേര് ഓർമ്മയുണ്ട്. ശരി ശരി, ഓക്കെ. അപ്പൊ അപർണ ഇപ്പൊ ആരുള്ള? അമ്മ ഉണ്ട് കൂടെ? അമ്മയുണ്ട്. വേറെ ആരുള്ള വീട്ടില്? അമ്മയുണ്ട്, എന്റെ മോളും ഉണ്ട്. ഓക്കെ. ഹസ്ബൻഡ് വരാറില്ല അല്ലേ ഫുഡ് കഴിക്കാൻ? ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വരാറില്ല, രാവിലെ പോയിട്ട് രാത്രി എത്തുള്ളൂ. ഓക്കെ, ഫുഡ് കൊണ്ടുപോകും.
എന്തുവാ ഫുൾ ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല. പിന്നെ ശരി. അച്ഛനും ഉണ്ട്, അച്ഛൻ ഇപ്പൊ നാട്ടിൽ പോയിക്കാം. ആ ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉണ്ട്, മോളുണ്ട്. ചെറിയ കുട്ടിയാണോ മോള്? ആ മോൾ 2.5 വയസ്സ് കഴിഞ്ഞോളൂ. ആ അച്ചോടാ ചെറുതാണ്. ശരി ഓക്കെ. അപ്പൊ അമ്മയും മോളും കൂടെ ഇങ്ങനെ വിളിച്ചതാണ് ചുമ്മാ നോക്കാന്നല്ലേ? ട്രൈ ചെയ്ത. ശരി. അപ്പൊ ഞാൻ എന്തായാലും കാണിക്കാം, പെട്ടെന്ന് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ നോക്കിക്കോ. വന്നോ? ആ വന്നു. ആ 31st June 1999, 29th January 2000, 29 April 1998, 31st August 1997. ഡിഫറൻസ് എന്താണ്? 29th January 2000 ആണോ? തെറ്റിച്ചോ? നമുക്കത് അടുത്ത കോളോട് ചോദിക്കാം. സെഞ്ചുറി എന്നുള്ളതാണോ? എന്താണ്? ഓക്കെ. 21st അപർണ century എന്നുള്ളതാണോ? അല്ല അപർണ, എന്തായാലും നമുക്ക് ഇതിന്റെ ആൻസർ അടുത്ത ആളോട് ചോദിച്ചു നോക്കിയാലോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ റീസൺ കൂടെ കേക്കണേ. ഓക്കെ ചാടിക്കൊരു ആൻസർ പറഞ്ഞു പോയി, ഞാൻ ചിലപ്പോ ഒരു ക്ലൂ ഒക്കെ തന്നേനായിരുന്നു. ആണോ? ശരി ശരി. സാറില്ല, എന്തായാലും അടുത്ത ദിവസം വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ അപർണ. താങ്ക് യു ഓക്കെ. ആ ശരി. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത കോളോട് നമുക്ക് ചോദിക്കാം. പക്ഷെ അടുത്ത ആൾക്ക് ഈ കോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ആരാന്ന് വെച്ചാലും. കാരണം ഒരെണ്ണം പോയി കിട്ടിയല്ലോ. അപ്പോ അടുത്ത കോളോട് സെയിം ആണ് ചോദിക്കാൻ പോകുന്നത്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? മുബീനയാണ്. മുബീന. യെസ്. എന്താ വിശേഷം മുബീന? സുഖം. സുഖമായിട്ടിരിക്കുന്നു. ചൂടൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ആ നന്നായിട്ടുണ്ട്. പുറത്തൊന്നും പോവാറില്ലായിരിക്കും അല്ലെ ഇപ്പൊ? ഇല്ല, ഭയങ്കര ചൂടല്ല. രാവിലെ പോകില്ല, രാത്രി പിന്നെയും പുറത്തു പോകും. ആ ശരി ശരി. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്താണ്, ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല, കഴിക്കണം. കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ കൂട്ടായിട്ടിരിക്കുകയാണ് അല്ലേ?